ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഖദീജാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവി പറക്കുന്ന നല്ല രുചികരമായ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പത്തിരിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെ മാവ് കുഴച്ചെടുക്കാനുള്ള ഒരു പാത്രം എടുക്കുക. അതിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ശേഷം ഇതിലോട്ട് ആ നെയ്പത്തിരിൻ്റെ മുകളിൽ ഒരു ക്രിസ്പി കോട്ടിങ് വരില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ച പൊടിയിലേക്ക് നമ്മൾ നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം ആഡ് ചെയ്ത് പിന്നെയും മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കുക. മിക്സ് ചെയ്ത് വെച്ചതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സർ ജാറിലോട്ട് ചെറുകി വെച്ച അരമുറി തേങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ചെറിയ ജീരകം, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി 4 കഷ്ണം എന്നിവകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കുക. ഇതിനെ നമ്മൾ നേരത്തെ മാറ്റിവെച്ച മാവിലോട്ട് ആഡ് ചെയ്ത് പിന്നെയും കുഴച്ചെടുക്കുക. കുഴച്ച മാവ് കയ്യിൽ ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിലോട്ട് വീണ്ടും അരിപ്പൊടിയോ പുട്ടുപൊടിയോ ആഡ് ചെയ്ത് കുഴച്ചെടുക്കുക. ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും കുഴച്ചെടുക്കുക. പത്ത് മിനിറ്റ് നേരം അതിനെ മാറ്റി വെക്കുക. നെയ്പത്തിരി ഉണ്ടാക്കാനായി നമുക്ക് ഇതുപോലത്തെ ഒരു പ്രസ്സർ ആവശ്യമുണ്ട്. അതിനുശേഷം എണ്ണ ചൂടാക്കാൻ വെക്കുക. ചൂടായ എണ്ണയിലോട്ട് പ്രസ്സർ വെച്ച് പ്രസ് ചെയ്ത നെയ്പത്തിരി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യുക. നമ്മൾ ആവി പറക്കുന്ന നെയ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സീയിങ് നെക്സ്റ്റ് വീഡിയോ.